ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. ഒരു വീട്ടിൽ പോവാണ്. സെമിത്താത്താൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അവിടെ എന്തിനു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വീടാണ്. അപ്പോൾ അവിടെ കുറച്ച് തേങ്ങ ഇടാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ സെമിത്താത്താക്ക് ഒരു കമ്പനി ആയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ആളപ്പോൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണ്ടേ. അപ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടായിട്ട് പോകാൻ കരുതി കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ് പോലെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇബുവിനെയാണ് വിളിച്ചിട്ടുള്ളത്. ഇബു എന്ന് വെച്ചാൽ നമ്മളുടെ അയൽവാസിയാണ്, നമ്മളുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൾ നമ്മളിതാ അവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു വീട്. സെമിത്താത്താൻ്റെ കസിൻ്റെ വീടാണ്. അവർ ചെന്നൈയിലാണ് കേട്ടോ. അപ്പോൾ അവർ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവിടെയാണ് നിൽക്കുക. ഇതാണ് കേട്ടോ നമ്മളുടെ തെങ്ങ് കയറുന്ന ചേട്ടനെ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോകണം. അപ്പോൾ ഇവിടെ ആൾതാമസം ഇല്ല, അതുകൊണ്ട് തന്നെ കുറേ മയിലുകളൊക്കെ വന്നതാ കാഷ്ടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ വീട്ടിൽ വന്നാലേ അപ്പോൾ നമുക്കൊരു ഹോം ടൂർ ആക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ വീട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലവും ഒക്കെ ഒന്ന് പോയി കാണുകയാണ് കേട്ടോ. ശരിക്കും ഒരു റിസോർട്ടിൽ വന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അങ്ങനെ ജനലും വാതിലൊക്കെ സെമിത്താത്ത തുറന്നിടായിരുന്നു കേട്ടോ. നല്ല കാറ്റ് കിട്ടട്ടെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മളവിടെ നമ്മളല്ലതാ പിള്ളേർ അവിടെ കിടന്ന് തുള്ളിച്ചാട്ടം തുടങ്ങി കേട്ടോ. ഓരിങ്ങനത്തെ ബെഡൊക്കെ കണ്ട അപ്പം കിടന്ന് ചാടും. അതിപ്പോൾ നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ ബെഡൊന്നും എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും അതുപോലെ തന്നെ ചുറ്റിനും മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഇവരുടെ കാര്യം പറയാതിരിക്കാൻ വേണ്ട. അപ്പോഴേക്കും അവർ അവിടെ ആധിപത്യം സ്ഥാപിച്ച മാതിരിക്ക് ഇതാ കയറി കിടക്കലൊക്കെ ആയിട്ടോ. പിന്നെ ഞാൻ ചെന്നിട്ട് വേറെ റൂമുകൾ കാണുമായിരുന്നു കേട്ടോ. ഇതാണ് വേറൊരു റൂം. അപ്പം ഇവിടുത്തെ ഓരോ കഥകളും ഇവിടെ ആരൊക്കെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ നമുക്ക് സെമിത്താത്ത. അപ്പം ഞാൻ ഹോം ടൂർ ആക്കിയേക്കാം, ഇത്രയും വലിയൊരു വീട്ടിൽ വന്നതല്ലേ കരുതിയിട്ട് അങ്ങനെ നമ്മൾ എല്ലാ കാഴ്ചകളും ഇങ്ങനെ നോക്കിക്കാനാണ് കേട്ടോ. അപ്പോൾ ഓരോ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ ഹാളിൽ നിന്ന് നേരെ നമുക്ക് അടുക്കളയിലോട്ട് കയറാം കേട്ടോ. അപ്പോൾ 2 കിച്ചണാണ് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറം ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ഡൈനിങ് ടേബിളാണ്. അങ്ങനെ 2 അടുക്കള വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഒരടുക്കള. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങൾ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ മെയിനായിട്ടുള്ള ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്കൊരു സൈഡ് കിച്ചൺ അങ്ങനെയുള്ള സെറ്റപ്പായിരിക്കണം. അങ്ങനെ ഈ ഒരു അലമാരയാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് വലിയ കാര്യമായിട്ട് ഹോം ടൂറൊന്നും ചെയ്യാൻ അറിയാൻ പാടില്ല. കാണുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയാം, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ മെയിൻ ഹോളിലേക്ക് വന്നിട്ടുണ്ട്. അറ്റത്തെ റൂമാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കണ്ടത്. സെക്കൻഡ് റൂം. അവിടെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് 3ാമത്തെ റൂം കേട്ടോ. ഇവിടെയാണ് സെമിത്താത്താൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥകളൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊരു ബാത്റൂം. അതിൻ്റെ അകത്ത് ലൈറ്റ് ഞാൻ ഇട്ടില്ല കേട്ടോ. അപ്പം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂഹമോളി സൈക്കിൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവൾക്ക് വേണ്ടി വരും. അതിൻ്റെ പപ്പൊന്നും കൂടെ അവൾ പറിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് വേഗം സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ച് മാങ്ങ പറിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ. ഇവിടെ കുറേ മാങ്ങ അതുപോലെ എന്തൊക്കെയോ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നെല്ലിക്ക, മറ്റേ ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്കപ്പുളി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക കേട്ടോ. ഇത് എന്ത് മാങ്ങയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചപ്പിക്കൂടിയ മാങ്ങയാണ് കേട്ടോ. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങേനെ എന്താ പറയണേന്നോ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ശരിക്കും ചെറിയ മാങ്ങയാണ്. പഴുത്ത് വീണ് കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല മധുരമാണ്. അപ്പോൾ ഐശും ഭാഗത്തും എല്ലാവരും അത് തപ്പി താഴെ വീണത് നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നൂഹമോൾ ഒരു സൈഡിൽ പോയിരുന്നിട്ട് മണ്ണ് വാരി കളിക്കുകയാണ്. പിന്നെ ഇത് ഇവരുടെ കുളമാണ് കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് കാടൊക്കെ പിടിച്ച് ആകെ നാശമായിട്ട് കിടക്കുകയാണ്. ഒരുപക്ഷെ ഇനി അവർ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർ ഫാമിലിയൊക്കെ വന്നിട്ട് അതൊക്കെ നീറ്റാക്കുമായിരിക്കും. അതിനുശേഷം നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതാണ് അവരുടെ സൈഡ് കേട്ടോ. അപ്പം ഇവിടേക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ പുറത്തേക്ക് തെങ്ങ് ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അത് ഒരു തെങ്ങല്ല, 3 or 4 തെങ്ങൊക്കെ അങ്ങനെ വളഞ്ഞ് നിൽക്കണുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ അതിലൊക്കെ തേങ്ങ ഇടാനായിട്ട് ആൾ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് പോയി നോക്കാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ അട്ടപ്പാടിയിൽ നമ്മൾക്കൊരു കസിൻ ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സൈഡിൽ കൂടെ പോകുന്ന തെങ്ങ്. 3 or 4 തെങ്ങ് അങ്ങനെ അവരുടെ
പറമ്പിൽ നിന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വളഞ്ഞു വന്നത് നല്ല രസമുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഒരു തെങ്ങിൽ നിറച്ച് തേനീച്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഇടുന്ന ചേട്ടൻ വേഗം ഇറങ്ങിപ്പോന്നു, തേങ്ങ ഇടാൻ പറ്റത്തില്ല പറഞ്ഞിട്ട്. പിന്നെ അതാ നമുക്ക് പണ്ടത്തെ നൊസ്റ്റ് ഫീൽ ചെയ്തൊരു സാധനമാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുപോലെയൊക്കെ പാളയിൽ വലിച്ചിട്ടുണ്ട്. 90 കിഡ്സ് എന്തായാലും, ഞാൻ 90 കിഡ്സാണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും ഈ ഒരു പാളയിൽ വലിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു കൊടുത്തു. അവർക്കും കിട്ടിക്കോട്ടെ നമ്മളുടെ ഒരു ബാല്യകാലത്ത് ഒരു ഓർമ്മ കരുതിയിട്ട് ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുറച്ച് തേങ്ങ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം നമുക്ക് പുറത്ത് നിൽക്കാനായിട്ട് പറ്റിയില്ല. നല്ല വെയിലിൻ്റെ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടി അകത്തേക്ക് കയറണം. നമ്മൾ ഏകദേശം ഒരു 10 മണി 10:30 കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. നമുക്കല്ല, കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സെമിത്തത്തെ കുറച്ച് പലഹാരങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെമിത്തത്തെ നല്ല അടിപൊളി ഏലക്കായൊക്കെ ഇട്ടിട്ട് അത് അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഫ്രഷ് ഏലക്കായിട്ടുള്ള അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നമ്മൾ ചായക്കിടുന്ന നേരം കൊണ്ട് നൂഹമോളും ഐഷുവും പാത്തും എല്ലാവരും ഒളിച്ചുകളി തുടങ്ങി കേട്ടോ. ഐഷിൻ്റെ കൂടെ കളിക്കാനായിട്ട് വിജി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജീനെ കണ്ടുപിടിക്കാനായിട്ട് ഐഷു പോയിക്കാണ്. ആ റൂമിൽ ആ കർട്ടൻ്റെ ബാക്കിലാണ് ഓൾ ഒളിച്ചിരിക്കണേ. എവിടെ കണ്ടുപിടിക്കണ്ടേ? എവിടെയാണ് കണ്ടുപിടിക്ക? പൊട്ടത്തി അന്നെ കണ്ടില്ലടി. വിജല ചേച്ചി അതെ കണ്ടുപിടിക്കടി. അവള് കണ്ടില്ലെന്നേ. കണ്ടില്ല. അങ്ങനെ അവർ കുറച്ച് നേരം ഒളിച്ച് കളിച്ചു കേട്ടോ. അപ്പം ഞാനും അവരുടെ കളികളൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചു, ഓറിയോ ബിസ്ക്കറ്റ് തിന്നു. അങ്ങനെ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് നേരത്തെ കിട്ടി മാങ്ങ ഉണ്ടല്ലോ, അതല്ലാതെ അപ്പുറത്തുനിന്ന് വേറെ കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ഉപ്പും മുളക് ഇട്ട് തിന്നാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ഇതാ ഉപ്പും മുളക് ഇട്ടിട്ട് കഴിക്കുന്നത് കേട്ടോ. ഇതിൽ കുറച്ച് മുളക് പൊടി കുറവായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് വെള്ളം അധികമായിട്ടാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ നമുക്ക് മെയിനായിട്ട് റേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ലാൻഡ് ഫോണിൽ നിന്നാണ് വീട്ടിലേക്ക് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ വന്നത് പറഞ്ഞല്ലോ, ഒരു 11 മണിക്കാണ് വന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവരൊക്കെ ടയേർഡായി തുടങ്ങി. കുറച്ച് പേര് ഉറങ്ങാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പോയി. നൂഹമോള് പിന്നെ അവരൊന്നും ഉറക്കാനുള്ള യാതൊരു ഭാവം ഞാൻ നോക്കിയിട്ട് കാണാനില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവളുടെ കളിയും ചെണ്ടോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കരിക്കിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാനായിട്ട് അടുത്തൊന്നും കടകളില്ല കേട്ടോ. ഇവിടെ തീരെ റേഞ്ചും ഇല്ല. നമുക്ക് ഏറ്റവും എനർജി ഡ്രിങ്ക് ആയിട്ടുള്ള കരിക്ക നമ്മുടെ കൂടെ ഉണ്ടല്ലോ, തേങ്ങ കട്ട് ചെയ്യാലേ. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ചേട്ടൻ നമുക്ക് ഒരു 5-6 കരിക്ക് ഇട്ട് തന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് അത് പൊട്ടിച്ചു വന്നു സെമിത്താത്ത. വെള്ളം വലിയ കാര്യമായിട്ട് കുട്ടികൾ അങ്ങനെ കുടിച്ചൊന്നുമില്ല കേട്ടോ. പക്ഷെ അതാണ് ഏറ്റവും എനർജി. അപ്പം നമ്മൾ വലിയൊരു വെള്ളമൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ ആ ഒരു കരിക്ക് പൊട്ടിച്ചിട്ട്, ചെറിയ ഇളം കരിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത രീതിയിലുള്ള കരിക്കായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വയറ് നിറച്ച് തിന്നു കേട്ടോ. അവരുടെ വയറ് നിറച്ച് തിന്നാനുള്ള അത്ര ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായി കാണൂല. അങ്ങനെ വെള്ളം കുടിച്ച കരിക്കൊക്കെ കൊണ്ട് നമ്മളിതാ പുറത്തേക്ക് വന്നിക്കുകയാണ് കേട്ടോ. അതിവിടെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഓരോന്ന് സെമിത്താത്ത കട്ട് ചെയ്ത് തരും. നമ്മളതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ തേങ്ങ ഇട്ട ആൾക്കാർ ഇതാ വന്നിട്ട് കുറേ തേങ്ങ അവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പുതയ്ക്കാനായിട്ട് വേറെ ആൾക്കാർ വരും. അത് ഫുള്ള് പുതച്ച് കഴിഞ്ഞിട്ടൊക്കെ വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. നമ്മൾ പോകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് പോകണം. ഫുള്ള് CCTV ക്യാമറ വേണം. അപ്പോൾ
നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ആളവിടെ നല്ലപോലെ പാവട്ടോ നല്ലപോലെ എല്ലാ തെങ്ങും കയറി കഷ്ടപ്പെട്ട് വേർത്ത് വന്നിക്കായിരുന്നു കേട്ടോ ആ ചേട്ടന്. പിന്നെ ഈ ഒരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് നല്ല അടിപൊളി കുളമായിരുന്നു. ഇവിടെ അവർ കസിനൊക്കെ വന്നിട്ട് അവർ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, പഴയ കാലത്തെ കഥകളൊക്കെ അവർ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു അടിപൊളി കുളത്തിൻ്റെ വീഡിയോ അവർ കുളിക്കണതും ചാടി നീന്തണതും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ആ കഥകളൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും സെമിത്താത്ത നമുക്കുള്ള കരിക്കൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് വേണ്ടാണ്ട് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പം വെള്ളം എല്ലാവർക്കും മതിയായിട്ടോ. കാരണം വയറ് നിറഞ്ഞു, ഇനി കഴിക്കാൻ സ്ഥലമില്ല, ഇനിയിപ്പോൾ കരിക്ക് എവിടെയാണ് കഴിക്കുക. അങ്ങനെ നമ്മളതൊക്കെ കൊണ്ടുവന്നത് ഇവിടെ ഇരുന്ന് കഴിക്കണം കേട്ടോ. നോഹമോൾക്ക് പിന്നെ പണ്ടേ കരിക്ക് ഇഷ്ടമാണ് കേട്ടോ. അതെന്തോ കഴിക്കുമോ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാൻ ടീസ്പൂൺ എടുത്തിട്ട് വന്നിട്ട് അതിങ്ങനെ ചുരണ്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷത്തോടുകൂടി കഴിക്കണുണ്ട്. അതുപോലെ തന്നെ റിഫക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിക്ക്. ഓളും തല്ലിട്ട് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. കരിക്ക് എനർജി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വിശപ്പും ദാഹവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ സമയം ഏകദേശം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് മേഘങ്ങളൊക്കെ ഇരുണ്ട് കൂടിയിട്ട് ഇടി വെട്ടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇടി വെട്ടുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പെട്ടെന്ന് എന്തോ അങ്ങനെ ഒരു ഇടിമിന്നലും ഇടിയായിട്ട് വന്നപ്പോൾ ഞാൻ മുറ്റത്ത് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നത്തെ ആ ഒരു ഷോക്കിൽ എനിക്ക് ഇടി മിന്നണതും ഇടി വെട്ടുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല കേട്ടോ. അതൊന്നും പെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ അവരുടെ ആ ഒരു ധൈര്യത്തിൽ ഞാനും അവിടെ ഇരുന്നു. അപ്പോഴാണ് കേട്ടോ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അവിടെ ഒരു മയിലുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ആ കാർമേഘം കണ്ടിട്ടായിരിക്കും ആ മയിൽ വന്നതെന്ന്. വിജി പറഞ്ഞു ഇതാണ് കേട്ടോ ആ മയിൽ. വിജി പറഞ്ഞു അത് നല്ലപോലെ പീലി വിടർത്തുന്നുണ്ടായിരുന്നു എന്ന്. പക്ഷേങ്കിൽ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും മയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിടർത്താനൊക്കെ പറഞ്ഞു, പക്ഷേ വിടർത്തിയില്ലാതെ അതിൻ്റെ പണി നോക്കി പോയിട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിനിങ്ങനെ നോക്കി അതിൻ്റെ കൂടെ കളിച്ചിങ്ങനെ നിന്നു. അതിനുശേഷം പിന്നെ നമുക്ക് കണ്ണിമാങ്ങ ഉപ്പിലിടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ മാങ്ങ പറിക്കാനായിട്ട് നിൽക്കുമായിരുന്നു. ആവശ്യത്തിലധികം മാങ്ങയൊക്കെ പറിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴേക്കാണ് നമ്മൾ വീട്ടിലെത്തിയത് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.